അദ്ദേഹത്തിന് നല്ല ഭരണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ട്. അപ്പം ആൾക്ക് പ്രായമായി. അപ്പോൾ ആൾ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബട്ട് അയാൾക്ക് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണപ്പെടുക എന്നുള്ളത്, മരിക്കുക എന്നുള്ളതാണ്. കാരണം വേറെ നല്ല മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് അയാൾക്ക് ഈ പേടി, അല്ലേ? കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവാം. അങ്ങനെ ഒരു പേടിയുള്ള ആളാണ് ഈ രാജാവ്. അങ്ങനെ 4 ഭാര്യമാരുണ്ട്. അപ്പം അദ്ദേഹം 4ാമത്തെ ഭാര്യനോട് പോയി ചോദിക്കും, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് അസുഖമായി, അപ്പം നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കും. അപ്പം 4ാമത്തെ ഭാര്യ പറയും, ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറയും. അയാൾ പറയും, ഞാൻ നിനക്ക് ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് നിൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, എന്നിട്ടും നീ എന്താണ്, ഞാൻ നിന്നെ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും നീ എന്താണ്, നീ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നീ എന്താണ് എൻ്റെ കൂടെ വരാത്ത ചോദിക്കും. അപ്പോൾ പറയും, ഇല്ല എനിക്ക് പറ്റില്ല, മരണത്തിന് നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. അങ്ങനെ 3ാമത്തെ ഭാര്യനോട് ചോദിക്കുന്ന സമയത്ത് അവരും പറയും വരാൻ പറ്റില്ല എന്ന് പറയും. 2ാമത്തെ ഭാര്യനോട് ചോദിക്കുന്ന സമയത്ത് 2ാമത്തെ ഭാര്യ പറയും, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ബട്ട് ശ്മശാനം വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കുന്ന സമയത്ത് 1ാമത്തെ ഭാര്യ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് പറയും, ഞാൻ വരാം നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ ഇയാൾ എന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണക്കിടക്കലാണ്. അപ്പം ഇയാൾ ഇതുവരെ ആ ഭാര്യനെ തീരെ സ്നേഹിച്ചിട്ടില്ല. അദ്ദേഹം സ്നേഹിച്ചത് ബാക്കി 3 ഭാര്യമാരെയാണ്. അങ്ങനെ ഇവർക്ക് വേണ്ട ഒരു കെയറും ഇവർ പറയുന്നതൊന്നും കേൾക്കാനും ഈ രാജാവ് തയ്യാറായിട്ടില്ല. അങ്ങനെ മരണക്കിടക്കയിൽ ഇയാൾ ഭയങ്കര വിഷമത്തോടു കൂടി, ഞാൻ ഈ 1ാമത്തെ ഭാര്യ പറയുന്നതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്, എൻ്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നതും ഇവൾ തന്നെയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവൾ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുമായിരുന്നു എന്നൊക്കെ വിചാരിക്കും. അപ്പം അങ്ങനെ അയാൾ വിഷമിച്ചിട്ട് മരിച്ചു പോകും. സംഭവം അത്രേ ഉള്ളൂ. ഈ 4ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ശരീരമാണ്, 3ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളാണ്, 2ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളാണ്. കാരണം ഇവർ ശ്മശാനം വരെയല്ലേ വരുള്ളൂ. ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പം ഇദ്ദേഹത്തിന് അവസാന നിമിഷം ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ മനസ്സ് പറയുന്നത് കേട്ടാൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലത് സംഭവിക്കുള്ളായിരുന്നു. അപ്പോൾ ഫിജിക്കാട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ അതനുസരിക്കുക. കാരണം നാളെ നമ്മുടെ ലൈഫിൽ, നാളെ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് അന്ന് അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് നമ്മൾ അന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ 20ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 19ാമത്തെ വയസ്സിലോ 18ാമത്തെ വയസ്സിലോ നമുക്ക് നഷ്ടപ്പെട്ട ഒരു അവസരത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഖേദിച്ചിട്ട് നമ്മൾ കാര്യമുണ്ടോ? ഇല്ല. അതിന് തിരിച്ചു വരുമോ? ഒരിക്കലില്ല. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അയാൾ 75 വയസ്സ് വരെ 80 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹം ജീവിക്കുന്നത് വെറും 27,000 ദിവസങ്ങൾ മാത്രമാണ്. അതിൽ 13,000 ദിവസങ്ങളോളം ആൾ ഉറങ്ങുകയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു 13,000 ദിവസങ്ങളോളം ആൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടി അയാൾ ജീവിക്കുന്നത് വെറും 2,000-3,000 ദിവസങ്ങൾ മാത്രമാണ്. ഏറ്റവും ചുരുങ്ങിയത് 2,000 ദിവസങ്ങൾ മാത്രമാണ് ഒരാൾ അയാളുടെ ലൈഫിന് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാറ്റിവെക്കാനുള്ള ദിവസങ്ങൾ വെറും 2,000 ദിവസങ്ങൾ മാത്രമാണ്. നമ്മൾ ദിവസക്കണക്ക് നോക്കുകയാണ്, നിങ്ങൾ കൂട്ടി നോക്കിക്കോ. അപ്പം നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കാതെ മറ്റുള്ള ആരോ പറഞ്ഞ അഭിപ്രായത്തിനെ കുറിച്ച് മാനിച്ച് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു അവസരത്തെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ നാളുകളിൽ നമ്മൾ അന്ന് എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറും. അപ്പം ഇതാണ് ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി പറഞ്ഞുള്ളൂ. ഇനി ഞാൻ ഫിജിക്കാട്ടിൽ ഉണ്ടായിട്ടുള്ള കഥകൾ പറയാം. ഞാൻ 5 വർഷം മുമ്പാണ് ഫിജിക്കാട്ടിൽ വരുന്നത്. 5 വർഷമല്ല, 6 വർഷത്തോളമാണ്. 2019 ഡിസംബറിലാണ് ഫിജിക്കാട്ടിലോട്ട് എൻട്രി വെക്കുന്നത്. ഞാൻ നിങ്ങളിപ്പം കേട്ടതുപോലെ ഇന്നിപ്പം നിങ്ങൾ പല രീതിയിൽ, ഇപ്പം ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആൾ BOP ഹാൾ എന്നാണ് ഈ പ്ലാൻ കേൾക്കുന്നത്. നിങ്ങൾ ചിലപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. ഞാനൊരു പാർട്ട് ടൈം ജോബ് ഉണ്ടോ എന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചതിന് പുറത്താണ് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു അവസരം കേൾക്കാനിടയായത്. എൻ്റെ വീടിൻ്റെ കുളായിൽ വെച്ച്, എൻ്റെ വീടിന് ഉമ്മറത്ത് വെച്ചിട്ട് മര്യാദക്ക് ഇരിക്കാനൊരു ചെയർ പോലും കൊടുക്കാനില്ല. ഈ മറ്റേ പ്ലാസ്റ്റിക് കൊണ്ട് മടയുന്ന ചെയർ കണ്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് തന്നെ തോന്നും അല്ലേ? അതുകൊണ്ട് മടഞ്ഞിട്ടുള്ള 2 ചെയറാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അതിൽ കുഴപ്പമില്ലാത്തൊരു ചെയറിൽ ഞാൻ അവനെ ഇരുത്തി, അതിൽ മോശപ്പെട്ടൊരു ചെയറിൽ ഞാനും ഇരുന്ന് എൻ്റെ വീടിൻ്റെ കുളായിൽ എൻ്റെ വീടിന് ഉമ്മറത്തിരുന്നിട്ട് ഞാൻ കേട്ട പ്ലാനാണ് ഫിജിക്കാട്ട്. അതായത് ഞാനൊരു 5,000 രൂപ 10,000 രൂപ മാസ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, പാർട്ട് ടൈം ആയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫിജിക്കാട്ട് കേൾക്കാൻ വേണ്ടി ഇരുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. ഫിജിക്കാട്ട് കേൾക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് കൂലിപ്പണിയായിരുന്നു, അമ്മ ഒരു ഹൗസ് വൈഫായിരുന്നു, പിന്നെ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ച് ഒരു തുക മുടക്കുക, അതിലൊരു സാധനം മേടിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. ഞാൻ ആളോട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആളെന്നെ വിട്ടില്ല. അയാൾ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ഫോളോ അപ്പ് ചെയ്തു.
ഞാൻ എങ്ങനെയൊക്കെയോ സ്റ്റാർട്ട് ചെയ്തു. ആ ഫ്രണ്ടിനോട് നോ എന്ന് പറയാനുള്ള ഒരു മടി കാരണമാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആളടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു, ഒരു 3 മാസത്തിലപ്പുറം ഞാൻ ഈ ഫിജിക്കാർഡ് ചെയ്യില്ല, എനിക്കൊരു 10-15,000 രൂപ കിട്ടുന്ന സമയമാകുമ്പോൾ ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അങ്ങനെ ഒരു 5,000 രൂപയോ 10,000 രൂപയോ കിട്ടാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞ 5.5 വർഷം കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ എത്തിച്ചത് 3.5 കോടി രൂപയാണ്. അപ്പം നിങ്ങൾ എന്തിന് ഈ ഫിജിക്കാർഡിൽ വന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ട്രാക്ക് എന്താണെന്ന് പിടികിട്ടിയ സമയത്താണ് ഈ ബിസിനസ്സിലൂടെ പല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടു, ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു BMW 3 Series എടുക്കാൻ പറ്റി. ഞാൻ ഫിജിക്കാർഡിൽ വരുന്ന സമയത്ത് ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ട് ഇല്ലാത്ത ആളായിരുന്നു. ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ട് വാങ്ങിച്ചു തരാൻ എൻ്റെ ഫാമിലിക്കോ, അല്ലെങ്കിൽ അതിന് ഞാൻ പ്രായമായ സമയത്ത്, അല്ലെങ്കിൽ ഒരു 23 വയസ്സായ സമയത്ത് ഒരു ബൈക്ക് എടുക്കാനോ പോലും എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവിടുന്ന് ഫിജിക്കാർഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു വാഹനം എടുക്കുന്നത്. ഫസ്റ്റ് എടുത്തത് ഒരു കാറാണ്, ഒരു 10 ലക്ഷം രൂപയുടെ ഫോർഡാണ് എടുത്തത്. അതിനുശേഷം ഒരു 2-2.5 വർഷത്തിന് ശേഷം BMW എടുത്തു. ഇപ്പം റീസെൻ്റ്ലി ഒരു ബലാനോ എടുത്തു, ഒരു ബൈക്ക് എടുത്തു. അതിന് പുറമെ ഞാൻ ഫിജിക്കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരുന്ന വീട്ടിലിരുന്നാണ് ഞാൻ ഫിജിക്കാർഡ് കേട്ടതെങ്കിൽ ഇന്ന് ആ വീടും സ്ഥലവും എൻ്റെ അമ്മയുടെ പേരിൽ സ്വന്തമായിട്ടുണ്ട്. അതുപോലെ ഒരു 75 ലക്ഷം രൂപ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒച്ചയിൽ വിളിച്ചു പറയാനുള്ള കാരണം വേറെ ഒന്നല്ല. BMW എടുത്തെന്നൊക്കെ നമ്മൾ നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിക്കുന്നതിന് റീസൺ വേറെ ഒന്നല്ല. കാരണം നാട്ടിൽ ആദ്യമായിട്ട് BMW എടുക്കുന്ന ആളൊന്നല്ല ഞാനും, അല്ലെങ്കിൽ അബ്ദുൽ സാറോ രഞ്ജിലാൽ സാറോ ഒന്നല്ല ആദ്യമായിട്ട് BMW എടുത്തത്. ബട്ട് ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, വെറും 300 രൂപ മാത്രം കൂലിക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ്റെ മകൻ, വെറും ഹൗസ് വൈഫ് മാത്രമായിരുന്ന ഒരു 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാളുടെ മകൻ BMW എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഈ കോൺസെപ്റ്റ് കൊണ്ട് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയുന്നത് തെറ്റൊന്നുമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം കൂടി പറയുന്നു. നമ്മൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെയാണോ കാണാൻ പോവുക, അല്ലെങ്കിൽ ഒരു പ്ലംബറെയാണോ കാണാൻ പോവുക? എന്ത് ചോദ്യമല്ലേ, ഡോക്ടറല്ലേ കാണാൻ പോവുക? അപ്പോൾ ഒരിക്കലും MLM-നെ കുറിച്ച് അറിയാത്ത ആളടുത്ത് പോയിട്ട് ഇന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക. നിങ്ങൾ അസുഖം വന്നാൽ ഡോക്ടറെയാണ് കാണാൻ പോകുന്നെങ്കിൽ, MLM ചെയ്യണമെങ്കിൽ MLM അറിയുന്ന സക്സസ്ഫുൾ ആയ ആളടുത്ത് പോയിട്ട് ചോദിക്കുക MLM എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ തീർക്കാം. എൻ്റെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്കും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവസരമായിട്ട് ഫിജിക്കാർഡ് മാറട്ടെ. എപ്പോഴും പറയുന്നു, ഫിജിക്കാർഡ് ഒരു അവസരം മാത്രമാണ്. കയറി നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആർക്കും സക്സസ് ഉണ്ടാക്കാൻ കഴിയില്ല. പണിയെടുക്കണം, പണിയെടുക്കാതെ ഒന്നും നടക്കില്ല. പക്ഷേ ഒരു 50 വർഷം കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധിച്ചെങ്കിൽ, അല്ലേ, ഒരു കാറ് വാങ്ങിക്കുക, ഒരു വീട് വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളല്ലോ നമ്മുടെ എല്ലാവരുടെയും വലിയ സ്വപ്നങ്ങൾ, അല്ലേ? ഇത് രണ്ടും എൻ്റെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിന് അത് സാധിച്ചു തരാനുള്ള കെൽപ്പുണ്ട്. എന്നെപ്പോലെ ഒരാൾക്ക് ഇത് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കാൾ ഒരുപാട് കഴിവും കപ്പാസിറ്റിയുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഇതിലേറെ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഫിജിക്കാർഡ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു തീരുമാനം എടുത്തിട്ട് പോവുക. കാരണം നാളെ പുറത്തിറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളെടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വേണ്ട എന്ന് വെക്കണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക, കൂടെ ഞങ്ങളുണ്ടാവും. ഇത് പറയുന്നത് വെറും വാക്കല്ല, 2 പെഗിൻ്റെ പുറത്ത് ഇവിടുത്തെ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന പോലെയല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 3.5 കോടി രൂപ അക്കൗണ്ട് കയറ്റിൻ്റെ കോൺഫിഡൻസിലാണ് പറയുന്നത്. കൂടെ നിന്നോ, കൂടെ നിൽക്കാൻ നമ്മളുണ്ടാവും. ഇപ്പം ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഫിജിക്കാർഡ് ചെയ്യാൻ. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ ഒരു വലിയ പ്രോഗ്രാം നടന്നിട്ടുള്ള ഒരു സമയമാണ്. ആളുകൾ അറിഞ്ഞു തുടങ്ങാൻ പോകുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ കപ്പാസിറ്റി എന്താണ്. വടി പൊട്ടിച്ചിട്ട് അടി തുടങ്ങാനുള്ള സമയമായിട്ടില്ല, വടി പൊട്ടിക്കാനുള്ള ആളെ വിട്ടിട്ടുള്ളൂ. വടി പൊട്ടിച്ച് അടി തുടങ്ങുമ്പോഴേക്കും വടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പം ഇറങ്ങി നിൽക്കണം. അതുകൊണ്ട് നാളുകളിൽ ഈ തലശ്ശേരിയിലേക്ക് നോക്കുന്ന സമയത്ത്, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട് ചൂണ്ടിക്കാണിക്കുന്ന സിറ്റുവേഷനിലേക്ക് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വൈകിട്ട്